പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? ഈ പുതിയ ദിവസം എങ്ങനെയുണ്ട്? ഓരോ ദിവസവും പുതിയതായിരിക്കുന്നു. ദൈവം പുതിയ കൃപ തന്നിരിക്കുന്നു, പുതിയ അനുഗ്രഹം തന്നിരിക്കുന്നു. ഈ പുതിയ ദിവസവും നിങ്ങൾക്ക് പുതിയ അനുഗ്രഹം തരും. ശരി, ഇവിടെ ഒരു സിംഹത്തിന്റെ ശില്പമുണ്ട്. എന്താണതെന്ന് ചിന്തിക്കുകയാണോ? ഞാൻ പറഞ്ഞില്ലേ, ഡേവിഡ് ലിവിങ്സ്റ്റൺ, ആഫ്രിക്കയിലേക്ക് മിഷണറിയായി പോയ മെഡിക്കൽ മിഷണറി. അദ്ദേഹം ഒരു മെഡിക്കൽ ഡോക്ടറായി പഠിച്ചു കഴിഞ്ഞ് ആ കാടുകളിൽ വസിക്കുന്ന ഇരുട്ട് നിറഞ്ഞ ആ ഭൂഖണ്ഡത്തിലേക്ക് പോയി അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം വീശാനായി പ്രയത്നിച്ചയാൾ. യേശുക്രിസ്തുവിന്റെ സുവിശേഷവും കൊണ്ട് അദ്ദേഹം അവിടെ ചെന്നു. അവർക്ക് വൈദ്യസഹായം ചെയ്ത് അവരെ പഠിപ്പിച്ച് ജീവിത നിലവാരത്തെ ഉയർത്താൻ പാടുപെട്ടു. ആ ജനങ്ങളും അയാളുടെ മേൽ വളരെ സ്നേഹം പുലർത്തിയിരുന്നു. അവിടെ സിംഹങ്ങൾ ഉലാത്തുന്ന സമയമായിരുന്നു. ഒരിക്കൽ സിംഹം അദ്ദേഹത്തെ ആക്രമിച്ചപ്പോൾ ഒരു വ്യക്തി അദ്ദേഹത്തെ സംരക്ഷിച്ചു. എന്നാലും സിംഹം അദ്ദേഹത്തിന്റെ ഒരു കൈയില് കടിക്കുകയുണ്ടായി. അതിനാൽ ഒരു കൈ ബാധിക്കപ്പെട്ട സ്ഥിതിയിലും അദ്ദേഹം തുടർന്ന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. മരണത്തിന്റെ വായിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടു. അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ്. 1844 ആഫ്രിക്കയിൽ നടന്ന ഒരു സംഭവമാണിത്. അതാണ് ഇവിടെ ശില്പമായി കൊത്തിവെച്ചിരിക്കുന്നത്. ശരി, ഇന്ന് ദൈവം തരാനിരിക്കുന്ന വചനം എന്താണെന്ന് ചോദിക്കുകയാണോ? 2 കൊരിന്ത്യർ 1:10 ദൈവം ഞങ്ങളെ വിടുവിച്ചു, വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചിരിക്കുന്നു. പൗൽ അപ്പോസ്തലൻ തന്റെ അനുഭവത്തെ എഴുതുകയാണ്. അയാൾക്ക് സുവിശേഷ ശുശ്രൂഷ മൂലം അനവധി പാഠങ്ങളുണ്ടായി. മനുഷ്യരെ കൊണ്ട് പല ഉപദ്രവങ്ങളുണ്ടായി. അയാളെ കൊല്ലാൻ പോലും അവർ പരിശ്രമിച്ചു. പക്ഷേ കർത്താവ് അയാളെ രക്ഷപ്പെടുത്തി. ഇപ്പോഴും ഞങ്ങളെ വിടുവിക്കുന്നു, ഇനിയും ഞങ്ങളെ വിടുവിക്കും എന്ന് പറയുന്നു. നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ നടന്നിട്ടുണ്ടല്ലേ? ഡേവിഡ് ലിവിങ്സ്റ്റണെ ഒരു സിംഹത്തിന്റെ വായിൽ നിന്നും രക്ഷിച്ച ദൈവം, ഗർജിക്കുന്ന സിംഹത്തെപ്പോലെ സാത്താൻ വന്ന് നിങ്ങൾക്ക് എത്രയോ ദോഷങ്ങൾ ചെയ്യാൻ വിചാരിച്ചു. ദുഷ്ടരായ മനുഷ്യർ വന്ന് നിങ്ങൾക്ക് തിന്മ ചെയ്യാൻ വിചാരിച്ചു. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും പഠിക്കുന്ന സ്ഥലത്തും ബിസിനസ് ചെയ്യുന്ന സ്ഥലത്തും ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലത്തും വന്നിരുന്നു അല്ലേ? നിങ്ങളെ നശിപ്പിക്കുവാനായി ശ്രമിച്ചില്ലേ? എങ്ങനെയാണ് നിങ്ങൾ ജീവനോടിരിക്കുന്നത്? കർത്താവ് നിങ്ങളെ വിടുവിച്ചു. ആ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നും യേശു നിങ്ങളെ വിടുവിച്ചു. സാത്താന്റെ വായിൽ നിന്ന് കർത്താവ് വിടുവിച്ചു. ഇപ്പോഴും വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. ദിവസവും പോരാട്ടമുണ്ടല്ലേ? എവരിഡേ ദിവസവും നമുക്ക് പോരാട്ടവും പ്രശ്നങ്ങളും ഞെരുക്കങ്ങളുമുണ്ട്. ഓരോ ദിവസവും യേശു നമ്മെ വിടുവിക്കുന്നു. ഇനിയുള്ള നാളുകളിലും. കാരണം ഈ പോരാട്ടങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല. മരണം വരെ പോരാട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, ഉപദ്രവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, സാത്താൻ പോരാട്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എന്നാൽ അവസാനം വരെ യേശു നിങ്ങളെ വിടുവിക്കുന്നവനായിരിക്കുന്നു. അതിനാൽ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. വിശ്വാസത്തോടെ പറയൂ, കർത്താവ് ഇതുവരെ എന്നെ വിടുവിച്ചു, ഇപ്പോഴും വിടുവിച്ചുകൊണ്ടിരിക്കുന്നു, ഇനിയും എന്നെ വിടുവിക്കും. ഇന്നേതോ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു സഹായം ആവശ്യമാണ്. ഒരു ഞെരുക്കത്തിന്റെ നടുവിലാണുള്ളത്. ദുഷിച്ച മനുഷ്യരാൽ ഉണ്ടായിട്ടുള്ള ഞെരുക്കം, ആരോ നിങ്ങളെ കബളിപ്പിച്ച സ്ഥിതിയിലുള്ള ഞെരുക്കം. ഈ കുഴപ്പത്തിൽ നിന്ന് വിടുവിക്കപ്പെടണമെന്ന് വിചാരിക്കുന്നില്ലേ? ഇന്നൊരത്ഭുതം നടക്കും. ദൈവം നിങ്ങളെ വിടുവിക്കും. അവസാനം വരെ വിടുവിച്ച് നടത്തും. നിങ്ങൾ തളർന്നു പോകരുത്, ഭയപ്പെടരുത്. പൗലപ്പോസ്തലനെ പോലെ നിങ്ങൾക്കും പറയാം, ഡേവിഡ് ലിവിങ്സ്റ്റണെ പോലെ സിംഹം തന്നെ വന്ന് ആക്രമിച്ചാലും യേശു എന്നെ വിടുവിക്കും എന്ന് നിങ്ങൾക്ക് സന്തോഷത്തോടെ പറയാം. ഇന്ന് വിശ്വാസത്തോടുകൂടി പറയുമോ? ദൈവമേ, ഇതുവരെ അങ്ങെന്നെ വിടുവിച്ച് നടത്തിയതിനായി സ്തോത്രം. ഇന്നും ഇപ്പോഴും ഈ സ്ഥിതിയിലും എന്നെ വിടുവിച്ചുകൊണ്ടേയിരിക്കുന്ന സ്നേഹത്തിന് സ്തോത്രം. ഇനിയും എന്നെ വിടുവിക്കാൻ പോകുന്നതിന് സ്തോത്രം. ഒന്നിനും എന്നെ മുറിവേൽപ്പിക്കാൻ സാധിക്കില്ല, മുടക്കാനാവില്ല, നശിപ്പിക്കാൻ സാധിക്കില്ല. എന്നെ വിടുവിക്കുന്ന കർത്താവിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് എനിക്കൊരു അത്ഭുതം നടക്കാൻ പോകുന്നതിന് സ്തോത്രം, സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ